നമസ്കാരം, കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. തിരൂരിൽ വെച്ച് നവംബർ 27 മുതൽ 29 വരെ നടത്തുന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. രാവിലെ 9:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് NSK IAS പതാക ഉയർത്തിയതോടെ കലോത്സവത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും ജനറൽ കൺവീനറുമായ CA സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് IAS ഉദ്ഘാടനം നിർവഹിച്ചു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് മുഖ്യാതിഥിയായി. കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിനക്കും ഓരോ അണുവിലും ദൈവാനിൻ ചൈതന്യം ചോരാൻ കഴിഞ്ഞും അതിൽ ലയിച്ചും ജീവിക്കുക. കൊടുത്തിട്ട് എല്ലാവർക്കും പ്രോത്സാഹനം നൽകണം. നമ്മുടെ കൊച്ചുമക്കൾ അവരുടെ കഴിവ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ 26th സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തിരൂരിൽ വെച്ച് മലപ്പുറം ജില്ലയിൽ വെച്ച് ചെയ്യുക വളരെ സന്തോഷമുണ്ട്. ഈ 27, 28, 29 ഈ 3 ദിവസം നമ്മുടെ തിരൂരിൽ ടൗണിലുള്ള സ്കൂൾ വേദിയിലെല്ലാം നമ്മുടെ കുട്ടികളുടെ അവരുടെ കഴിവുകൾ ഞാൻ ഇതിന് ഷെഡ്യൂൾ കണ്ടപ്പോൾ ഇതിലുള്ള വിവിധ ഐറ്റംസ് കണ്ടപ്പോൾ ഗ്രൂപ്പ്സ് ഓഫ് ദളിതകാലം ചിത്രീകരണം, മോണോ ആക്ടർ, ബാൻഡ് ഡിസ്പ്ലേ, വിവിധ കുട്ടികളുടെ നമ്മുടെ കുട്ടികളുടെ വിവിധ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്ന അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അതിമനോഹരമായ ഒരു വേദിയായിട്ട് നമ്മുടെ തിരൂർ മാറുന്നു. ഈ വേദി ഈ മാതൃക പെരുമാറ്റ സെറ്ററെല്ലാം നിലവിലുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പരിപാടി ഒഫീഷ്യൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ ഈ കഴിഞ്ഞ ഞാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് ചാർജ് എടുത്ത് 4 months ഈ 4 മാസത്തിൽ ഞങ്ങൾ കായികമേഖല, ശാസ്ത്രോത്സവം, ഒരുപാട് ടൂറിസ്റ്റ് ഇപ്പോ അടുത്ത മാസം നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കാൻ പോകും. ജനുവരി നടക്കാൻ പോകും. പക്ഷേ ഈ ഇവന്റ് വളരെ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആയിരുന്നു. ബിക്കോസ് വിദ്യാഭ്യാസത്തിന്റെ ഒരു അത് വകുപ്പിന്റെ അല്ല, വിദ്യാഭ്യാസത്തിന്റെ ഒരു എയിം തന്നെ ഇൻക്ലൂസീവ് ആയിട്ട് മാറുന്നതാണ്. എല്ലാവരും നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാവരും കുട്ടികൾ എല്ലാ ഡിഫറെന്റ്ലി ചലഞ്ച് കുട്ടികൾ, ഇന്റലക്ച്വൽ ചലഞ്ച് എല്ലാവരും നമ്മുടെ കുട്ടികളാണ്. നമ്മളെല്ലാം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ഫ്രെറ്റേണിറ്റിയാണ്. നമ്മളെല്ലാവരും ഒരു ഫ്രെറ്റേണിറ്റിയാണ്. ആ ഒരു ഫ്രെറ്റേണിറ്റിയെ ഒരു കൺഫേം ചെയ്യുന്ന ഒരു അതിമനോഹരമായ പരിപാടിയാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. നേരത്തെ ശ്രീ സന്തോഷ്, ശ്രീ അബൂബക്കർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഡിഫറെന്റ് ഏരിയകൾക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ, എക്സ്ട്രാ ഗ്രാൻസ്, എക്സ്ട്രാ എമൗണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം, അതേപോലെ അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, അവരുടെ വിവിധ കഴിവുകൾ എക്സിബിറ്റ് ചെയ്യാൻ ഇതുപോലെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പോലെ അതിമനോഹരമായ അവസരങ്ങൾ എല്ലാം ഒരുക്കിത്തരുന്നു. ഇന്ത്യയിൽ തന്നെ ഇതുപോലെ 3 ദിവസം ഇത്രയും ഫുള്ളായിട്ട് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അത് വളരെ വളരെ അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് മാത്രമല്ല, കേരളത്തെ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്സൈഡറിന്റെ നിലയിൽ കൂടി എനിക്ക് ആ ഒരു അഭിമാനം വളരെ വളരെ ഉണ്ട്. അതിന്റെ ഒരു യഥാർത്ഥത്തില് അറിവ് നേടൽ മാത്രമല്ല, മറിച്ച് ഓരോരുത്തരുടെയും ഉള്ളിൽ
ഉറങ്ങിക്കിടക്കുന്ന കലയെ, അഭിരുചികളെ, സർഗാത്മകതയെ വളർത്തുക എന്നതുകൂടി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാണ്. മനുഷ്യനായി മാറുന്നത് കേവലം ജ്ഞാനം കൊണ്ട് മാത്രമല്ല, ആ ജ്ഞാനത്തെ ഏത് രീതിയിൽ സർഗാത്മകമാക്കി മാറ്റാം എന്ന് കണ്ടെത്തുന്നതിൽ കൂടെയാണ്. അങ്ങനെ സർഗാത്മക മേഖലയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിയുടെ ഉള്ളിലുമുള്ള ആ സർഗാത്മക വാസനയെ പോഷിപ്പിക്കേണ്ടത്. എല്ലാവരുടെ ഉള്ളിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സർഗാത്മകത ഉണ്ടാവും. ആ സർഗാത്മകതയെ കൂടി പോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തരം കലോത്സവങ്ങൾക്ക് ഉള്ളത്.